ഹായ് വെൽക്കം ബാക്ക് ടു CSE എക്സാം പോയിന്റ്. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ബേസിസിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നതും നമ്മുടെ ഡേറ്റ സ്ട്രക്ചേഴ്സിലെ ട്രീ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ട്രീസിൽ നമ്മൾ പഠിക്കുന്നത് ബൈനറി ട്രീ എന്താണ്, എങ്ങനെ ഒരു ബൈനറി ട്രീ റെപ്രസെൻ്റ് ചെയ്യും, എന്താണ് ഒരു ബൈനറി സെർച്ച് ട്രീ, നമ്മൾ ബൈനറി സെർച്ച് ട്രീയിൽ എങ്ങനെ ഇൻസേർഷനും ഡിലീഷനും ചെയ്യും, പിന്നെ എന്തൊക്കെ ട്രാവേഴ്സൽസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്, എങ്ങനെ നമ്മളത് യൂസ് ചെയ്ത് എക്സ്പ്രഷൻസ് ജനറേറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിന്ന് പഠിക്കുന്നത് എന്താണൊരു ട്രീ. സോ ട്രീ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. ആൻഡ് എന്തിനാണ് ഒരു ട്രീ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് ദ ഡേറ്റ കണ്ടെയ്നിങ് എ ഹെയറാർക്കിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എലമെൻറ്റ്സ് തമ്മിൽ ഹെയറാർക്കിയൽ റിലേഷൻഷിപ്പ് റെപ്രസെൻ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ട്രീ യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് റെക്കോർഡ്സ് കാണിക്കാം. വി യൂസ് ടു റെപ്രസെൻറ്റ് ഫാമിലി ട്രീസ്. ഓക്കെ, വി ക്യാൻ റെപ്രസെൻറ്റ് ടേബിൾ ഓഫ് കണ്ടൻസ് എക്സെട്ര യൂസിങ് എ ട്രീ. സോ ഒരു ട്രീ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡേറ്റ സ്ട്രക്ചർ വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ദ ഹയറാർക്കിയൽ ട്രീ സ്ട്രക്ചർ വിത്ത് എ സെറ്റ് ഓഫ് നോഡ്സ്. ഒരു സെറ്റ് ഓഫ് നോഡ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ട്രീ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഫിഗറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ട്രീ കാണിച്ചിട്ടുണ്ട്. ആ ട്രീയുടെ സ്റ്റാർട്ടിംഗ് നോഡ് അല്ലെങ്കിൽ ഏറ്റവും മുകളിലത്തെ നോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു റൂട്ട് നോഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, എല്ലാ ട്രീയിലും ഒറ്റൊരു റൂട്ട് നോഡ് മാത്രമേ കാണൂ. സോ റൂട്ട് നോഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി യുണീക്ക്. ഓക്കെ, ഇനി റൂട്ട് നോഡ് കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള നോഡ്സിനെ എല്ലാം ഈ എ എന്ന് പറയുന്ന നോഡിൻ്റെ ചൈൽഡ് നോഡ്സ് ആണ് എന്ന് പറയാം. സോ ഇവിടുത്തെ ചൈൽഡ് നോഡ്സ് ആണ് ബി, സി ആൻഡ് ഇ. ഓക്കെ, ബിയും സിയും ഇയും എ എന്ന് പറയുന്ന നോഡിൻ്റെ ചൈൽഡ് നോഡ്സ് ആണ്. അതുപോലെ എ എന്ന് പറയുന്നത് ബിയുടെയും സിയുടെയും ഇയുടെയും പാരൻ്റ് ആണെന്നും നമുക്ക് ഡിനോട്ട് ചെയ്യാം. നമ്മളെല്ലാവരും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പോർഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഫാമിലി ഹയറാർക്കി റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് ഫാമിലി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, അത് മിക്ക എക്സാംസിനും ആപ്റ്റിറ്റ്യൂഡ് കവർ ചെയ്യുന്ന എക്സാംസിനെല്ലാം നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡലിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഒരു ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ബി എന്ന് പറയുന്ന നോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന നോഡിന് 2 ചൈൽഡ് നോഡ്സ് ആണ്, ഡി ആൻഡ് ജി. ഓക്കെ, ഇനി നമ്മുടെ ഏതൊരു പാരൻറ്റിൻ്റെയും ചിൽഡ്രനെ നമ്മൾ കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന പേരാണ് സിബ്ലിങ്സ്. ഓക്കെ, അപ്പോൾ സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഓഫ് എ പാരൻ്റ് നോഡ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഓഫ് എ പാരൻ്റ് നോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വി കോൾ ദം ആസ് എ സിബ്ലിങ്സ്. ഓക്കെ, ദെൻ സി എന്ന് പറയുന്ന നോഡിൻ്റെ ചൈൽഡാണ് എഫ്. ഓക്കെ, ഇയുടെ ചൈൽഡാണ് എച്ചും ജെ. ഓക്കെ, ഇനി ജെയുടെ ചൈൽഡാണ് എൽ, കെ ആൻഡ് എം. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളൊരു ടെർമിനോളജി ഉണ്ട്, ദറ്റ് ഈസ് ഡിഗ്രി ഓഫ് എ നോഡ്. സോ ഡിഗ്രി ഓഫ് എ നോഡ് എന്ന് പറഞ്ഞാൽ ഒരു നോഡിൽ നിന്ന് പുറത്തേക്ക് എത്ര ലൈൻസ് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നോഡിന് എത്ര ചൈൽഡ് ഉണ്ട്, അതാണ് നമ്മുടെ നോഡിൻ്റെ ഡിഗ്രി. ഓക്കെ, സോ നമ്മുടെ റൂട്ട് നോഡിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും, 3 ആണ് അല്ലേ. നോഡ് ബിയുടെ ഡിഗ്രി എന്ന് പറയുന്നത് 2, സിയുടെ 1, ഇയുടേത് 2, ജെയുടേത് 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോഡ് ഡിയുടെ വാല്യൂ എന്താണ്, ഡിയുടെ വാല്യൂ 0, ജിയുടെ വാല്യൂ 0, എഫിൻ്റെ വാല്യൂ 0 അല്ലേ. ദെൻ എച്ചിൻ്റെ 0, എല്ലിൻ്റെ വാല്യൂ 0, കെയുടെ 0, എമ്മിൻ്റെ 0 അല്ലേ. അപ്പം നമ്മുടെ ഈ ഡിഗ്രി 0 ഉള്ള നോഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെർമിനൽ നോഡ്സ് അല്ലെങ്കിൽ ലീഫ് നോഡ്സ്. ഓക്കെ, ടെർമിനൽ നോഡ്സ് അല്ലെങ്കിൽ ലീഫ് നോഡ്സ് എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡിഗ്രി 0 ഉള്ള നോഡ്സിനെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ നോഡ്സ് എന്നും പറയാം.
എക്സ്റ്റേണൽ നോഡ്സ്. ഓക്കെ, ഇനി ബാക്കി എല്ലാ നോഡ്സും, ദാറ്റ് ഇസ് നമ്മുടെ എ, ബി, സി, ഇ ആൻഡ് ജെ. ഓക്കെ, ഇതൊഴിച്ച് ബാക്കി എല്ലാ നോഡ്സും ലീഫ് നോഡ്സ് ആണ്. ആൻഡ് എ, ബി, സി, ഇ ആൻഡ് ജെ വി കോൾ ദം ആസ് ഇന്റേണൽ നോഡ്സ്. ഓക്കെ, അവരെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ നോഡ്സ്. ഇനി ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ലെവൽ, ഒന്ന് ഹൈറ്റ്. ഓക്കെ, നമ്മുടെ ഒരു നോഡിൻ്റെ ലെവൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ റൂട്ട് നോഡിൽ നിന്നാണ്. സോ റൂട്ട് നോഡ് സ്റ്റാർട്ടിങ് ലെവൽ 0 ആണ്. ദെൻ അത് കഴിഞ്ഞ് ഒരേ ലെവലിൽ വരുന്നവരെല്ലാം ലെവൽ 1. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് വരുന്നവർ ലെവൽ 2, അങ്ങനെ പോകും. അപ്പം ലെവൽ എത്രയാണ് എന്ന് ചോദിച്ചാൽ വാല്യൂ 3 ആണ്. എന്നാൽ എത്ര ലെവൽസ് ഉണ്ട്, നമ്പർ ഓഫ് ലെവൽസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വാല്യൂ ഇസ് 4. ഓക്കെ, നമ്പർ ഓഫ് ലെവൽസ് ചോദിക്കുകയാണെങ്കിൽ വാല്യൂ ഇസ് 4. ഇനി നമുക്ക് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൈറ്റ്. ഹൈറ്റ് ഓഫ് എ നോഡ് എന്ന് പറയുന്നത് ലെവൽ പ്ലസ് 1 ആണ്. സോ ഹിയർ ലെവൽ ഇസ് ഈക്വൽ ടു 3. സോ 3 + 1 ഇസ് ഈക്വൽ ടു 4. സോ ഹൈറ്റ് ഇസ് അഗെയിൻ 4. ഗോട്ട് ഇറ്റ്? മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കേട്ട് നോക്കാം. ആ ഫിഗറിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ ഓരോ നോഡും എന്താണ്? നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡേറ്റ ഐറ്റം ഇൻ എ ട്രീ ആൻഡ് റൂട്ട് നോഡ് മീൻസ് ഇറ്റ് ഇസ് എ ഫസ്റ്റ് ഓഫ് ദ ടോപ്പ് ഡേറ്റ ഇൻ എ ഹയറാർക്കിക്കൽ അറേഞ്ച്മെൻറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു റൂട്ട് നോഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ ഡിഗ്രി ഓഫ് എ നോഡ്? ഡിഗ്രി ഓഫ് ദ നോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് സബ് ട്രീസ് ഓഫ് എ ഗിവൺ നോഡ്. ദെൻ ഡിഗ്രി എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഡിഗ്രി എന്ന് പറയുന്നത് മാക്സിമം ഡിഗ്രി ഓഫ് എ നോഡ് ഇൻ എ ട്രീ. എത്ര ചൈൽഡ് നോഡ്സ് ആണ് അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിഗ്രി കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹൈറ്റിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഡെപ്ത്. ഹൈറ്റിനെ നമുക്ക് ഡെപ്ത് എന്നും വിളിക്കാം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലെവൽ ഓഫ് ദ നോഡ് പ്ലസ് 1. ഓക്കെ, അതാണ് ഇക്വേഷൻ. ദെൻ നോൺ ടെർമിനൽ നോഡ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ നോഡ്സ് ആണ്. ദറ്റ് ഇസ് നോഡ്സ് ഹൂ ഹാസ് ദ ഡിഗ്രി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ഫോറസ്റ്റ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് അല്ലാതെ ഉള്ള സെറ്റ് ഓഫ് ട്രീസ്. അതായത് ട്രീസ് തമ്മിൽ കണക്ഷൻ കാണില്ല. ഫോർ എക്സാമ്പിൾ, ഇതൊരു ട്രീ അല്ലേ? ആണോ? ഇതൊരു ട്രീ അല്ലേ? ഇതൊരു ട്രീ അല്ലേ? ഇവരുടെ ട്രീസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വി കോൾ ദം ആസ് ഫോറസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് സിബ്ലിങ്സ്. സിബ്ലിങ്സും നമ്മൾ നേരത്തെ പറഞ്ഞു. പാരൻ്റ് എന്താണെന്നും പറഞ്ഞു. നെക്സ്റ്റ് ഇസ് പാത്ത്. പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്ജിൻ്റെ സീക്വൻസ് ഫ്രം സ്റ്റാർട്ടിംഗ് നോഡ് ടു ഡെസ്റ്റിനേഷൻ നോഡ് നമ്മൾ എഴുതുന്നതിനെയാണ് ഇവിടെ പാത്ത് എന്ന് പറയുന്നത്. അതായത് വേർട്ടെക്സ് വെച്ചിട്ടാണ് നമ്മൾ പാത്ത് ഡിനോട്ട് ചെയ്യുന്നത്. ദറ്റ് ഇസ് നമ്മുടെ ഈ ഒരു ഫിഗറിൽ എ, ബി, സി, ഡി, ഇ ഇത്രയും നോട്ട്സാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മളൊരു പാത്ത് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. എ, ബി, ഇ, എ, ബി, ഇ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു പാത്ത് എന്ന് പറയുന്നത്. ദെൻ വി സോ വാട്ട് ഇസ് ആൻ ഇന്റേണൽ നോഡ്, വാട്ട് ഇസ് എ ലീഫ് നോഡ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ്സ് നോക്കാം. Okay, the height of a node is a number of edges from the node to the deepest leaf. Height of a node എന്ന് പറഞ്ഞാൽ it is a number of edges from the node to the deepest leaf. Starting from the root node എന്ത് ചെയ്യുവാണ്? നമ്മൾ നമ്പർ ഓഫ് എഡ്ജസ് കൗണ്ട് ചെയ്യുവാണ് ഫ്രം റൂട്ട് നോഡ് ടു ലീഫ് നോഡ്. ആ കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്തിന് നമ്മൾ മാക്സിമം വാല്യൂ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ലെവൽ പ്ലസ് 1 ചെയ്യുന്നത്. അല്ലാത്ത കേസിൽ എന്ത് ചെയ്യാം? ഹൈറ്റിനെ നമുക്ക് നമ്പർ ഓഫ് എഡ്ജസ് ഫ്രം റൂട്ട് നോഡ് ടു ലീഫ് നോഡായിട്ടും റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, സോ ഹൈറ്റ് ഓഫ് എ ട്രീ ഈസ് ദ ഹൈറ്റ് ഓഫ് ദ റൂട്ട്.
Now let's see what is a binary tree. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താണ് ഒരു ട്രീ എന്നാണ്. ഇനി നമുക്ക് എന്താണ് ഒരു ബൈനറി ട്രീ എന്ന് നോക്കാം. ഓക്കെ, a binary tree is like a tree structure that is rooted and in which each node has at most 2 children and each child of a node is designated as its left or right child. Okay, at most എന്ത് ചെയ്യും, 2 ചൈൽഡെങ്കിലും ഒരു നോഡിനുണ്ടായിരിക്കണം. നമ്മളിപ്പോൾ എ ബി സി, അറ്റ് മോസ്റ്റ് 2 ചൈൽഡാണ്, മീനിങ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണല്ലോ. ഇങ്ങനെ ഒരു നോഡിന് അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ചൈൽഡ് നോഡ്സ് വരുന്ന ഒരു ട്രീ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈനറി ട്രീ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് അങ്ങനെ 2 ചൈൽഡ് നോഡ്സ് വരെ മാക്സിമം ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഒരു ചൈൽഡിനെ ലെഫ്റ്റ് ചൈൽഡ് എന്നും മറ്റതിനെ നമ്മൾ റൈറ്റ് ചൈൽഡ് എന്നും പറയും. ഓക്കെ, ലെഫ്റ്റ് ചൈൽഡ് ആൻഡ് അനദർ ഇസ് എ right child. Okay, and maximum degree of any node in this tree will be always 2. That is, a എടുക്കുകയാണെങ്കിൽ എയുടെ ഡിഗ്രി എന്ന് പറയുന്നത് 2, ബിയുടെ ഡിഗ്രി 0, സിയുടെ ഡിഗ്രി 0 അല്ലേ. എത്ര പോയാലും ട്രീയുടെ ഏതൊരു നോഡ് എടുത്താലും മാക്സിമം നമുക്ക് ഡിഗ്രി 2 വരെ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ a binary tree T is defined as a finite set of elements such that T is empty, that is null tree. അതായത് ഒന്നുമില്ല, റൂട്ട് നോഡും ഇല്ല. അപ്പോൾ empty tree is a binary tree. Okay, then T contains a distinguished node R called the root of T, and the remaining nodes of T form an ordered pair of disjoint binary trees T1 and T2. ഓക്കെ, ഒരു റൂട്ട് നോഡുണ്ട്, ആ റൂട്ട് നോഡിന് 2 സബ് ട്രീസ് ഉണ്ടാവുകയാണ്. അതിനെ നമുക്ക് എന്ത് പറയാം, വി കോൾ ഇറ്റ് ആസ് എ ബൈനറി ട്രീ. ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് നോഡാണ് T1, ഇത് T2, ഇത് റൈറ്റ് മോസ്റ്റ് ചൈൽഡാണ്. ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡും റൈറ്റ് മോസ്റ്റ് ചൈൽഡും. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി റെപ്രസെൻ്റ് എ ബൈനറി ട്രീ. ഓക്കെ, any node n in a binary tree T has either 0, 1 or 2 successors, and the level L of a binary tree T can have at most 2 raised to L childs. അപ്പോൾ മാക്സിമം ഉണ്ടാകാനുള്ള ചൈൽഡിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 2 raised to L nodes, where L is the level of the tree. നമ്മൾ ലെവൽ കണ്ടുപിടിക്കുന്ന കാര്യമൊക്കെ മുന്നേ പറഞ്ഞു, അപ്പം അത് വെച്ചിട്ടാണ് പറയുന്നത്. ഇനി നമ്മുടെ ബൈനറി ട്രീയുടെ ഒരു എക്സ്റ്റൻഷൻ കാറ്റഗറിയാണ് നമുക്ക് 2 ട്രീ അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ബൈനറി ട്രീ എന്ന് പറയും. സോ സ്ട്രിക്ട്ലി ബൈനറി ട്രീ എന്ന് പറഞ്ഞാൽ ഇഫ് എവ്രി നോൺ ടെർമിനൽ നോഡ് ഇൻ എ ബൈനറി ട്രീ കൺസിസ്റ്റ് ഓഫ് നോൺ എംറ്റി ലെഫ്റ്റ് സബ് ട്രീ ആൻഡ് റൈറ്റ് സബ് ട്രീ. ഓക്കെ, ഇൻ അതർ വേർഡ്സ്, ഇഫ് എനി നോഡ് ഓഫ് എ ബൈനറി ട്രീ ഹാസ് ഐദർ 0 or 2 childs, ഐദർ ചൈൽഡൊന്നും ഉണ്ടാവാൻ പാടില്ല, അതല്ലെങ്കിൽ 2 ചൈൽഡ്, അതിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ സ്ട്രിക്റ്റ് ബൈനറി ട്രീ അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ചോദിക്കാം, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ ഫിഗറിൽ ഏതാണ് സ്ട്രിക്റ്റ് ബൈനറി ട്രീ. ഓക്കെ, ഫസ്റ്റ് വൺ, ഫസ്റ്റ് വൺ ബൈനറി ട്രീ ആണോ, സോറി സ്ട്രിക്ട്ലി ബൈനറി ട്രീ ആണോ? അതോ സെക്കൻഡ് വൺ ആണോ സ്ട്രിക്ട്ലി ബൈനറി ട്രീ? ഓക്കെ, ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ സ്ട്രിക്ട്ലി ബൈനറി ട്രീ? ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനത് പറയാത്തത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തത്. അടുത്ത് നമുക്ക് എന്താണ് ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീ നോക്കാം. A complete binary tree is a tree in which every level except possibly the last is completely filled. Okay, so complete binary tree എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബൈനറി ട്രീ വരയ്ക്കുവാണ്. ആ ബൈനറി ട്രീയുടെ ഓരോ ലെവലും എടുക്കുമ്പോൾ മുകളിലത്തെ ലെവൽ കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ട് മാത്രമേ താഴത്തെ ലെവൽ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. വി മസ്റ്റ് കീപ്പ് ആൻ ഓർഡർ ഇൻ ഫില്ലിംഗ് ദ
നോട്ട്സ്. ദാറ്റ് ഇസ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ എപ്പോഴും ഫില്ല് ചെയ്ത് പോകുന്നത്. ആൻഡ് മുകളിലത്തെ ലെവലിലുള്ള നോട്ട്സ് എല്ലാം ഫില്ല് ചെയ്തിട്ട് മാത്രമേ താഴത്തെ ലെവലിലുള്ള നോട്ട്സ് നമ്മൾ ഫില്ല് ചെയ്യാൻ നോക്കാറുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വരച്ചിരിക്കുന്നതിൽ ഇത് രണ്ടും കംപ്ലീറ്റ് ബൈനറി ട്രീ ആണോ അല്ലയോ? നമ്മളിപ്പോൾ പറഞ്ഞു കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറഞ്ഞാൽ ഒന്ന് ലെഫ്റ്റ് ടു റൈറ്റ് ഫില്ല് ചെയ്ത് പോകണം, അതുപോലെ മുകളിലത്തെ ലെവൽ ഫില്ല് ചെയ്തിട്ട് മാത്രമേ താഴത്തെ ലെവൽ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ബൈനറി ട്രീ ആണോ അല്ലയോ? ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും രണ്ടും കംപ്ലീറ്റ് ബൈനറി ട്രീ അല്ല. റീസൺ എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കേസിൽ എ, അടുത്ത ലെവൽ ബി സി ആണ്. ബി ഫില്ല് ചെയ്തു, സി ഫില്ല് ചെയ്തു. ഓക്കെ, ബട്ട് ബിയുടെ ചൈൽഡ് എവിടെ? ബിയുടെ ചൈൽഡ് ഫില്ല് ചെയ്യാതെയാണ് സിയുടെ ചിൽഡ്രനെ ഫില്ല് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ഇസ് നോട്ട് എ കംപ്ലീറ്റ് ബൈനറി ട്രീ. എഗെയിൻ നമ്മുടെ സെക്കൻഡ് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ ബി സി, ഓക്കെ, ആ ലെവൽ കംപ്ലീറ്റ് ആയി. അടുത്ത ലെവലിൽ വരുമ്പോൾ ബിക്ക് എഗെയിൻ ചൈൽഡ് ഇല്ല, സിക്ക് മാത്രം ഒരു ചൈൽഡിനെ കൊടുത്തേക്കും. സോ ദാറ്റ് ഇസ് നോട്ട് എഗെയിൻ എ ബൈനറി ട്രീ. ഇപ്പം ഞാൻ ഈ സെക്കൻഡ് ട്രീയിൽ ഒരു ചേഞ്ച് വരുത്തുവാണ്. എഗെയിൻ ഇത് കംപ്ലീറ്റ് ബൈനറി ട്രീ ആണോ? യെസ്, ദിസ് ഇസ് എ കംപ്ലീറ്റ് ബൈനറി ട്രീ. വൈ? ബിക്കോസ് നമ്മൾ നോഡ് ഫില്ല് ചെയ്യുന്നത് നമ്മുടെ എ കഴിഞ്ഞ് വരുന്ന രണ്ടും ലെഫ്റ്റും റൈറ്റും ഫില്ല് ചെയ്തിട്ടുണ്ട്. ദെൻ ഇപ്പോഴത്തെ കറണ്ട് നോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറണ്ട് ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റിലെ രണ്ടുപേരും ഫില്ല് ചെയ്തിട്ടുണ്ട്. ദെൻ റൈറ്റിലെ ഒരാൾ, മറ്റാളെ ഫില്ല് ചെയ്തിട്ടില്ല. സ്റ്റിൽ അത് ലീഫ് നോട്ട്സ് ആയതുകൊണ്ട് ഇഷ്യൂസ് ഒന്നുമില്ല. ഇതിൻ്റെ താഴേക്ക് ഇനി ചൈൽഡ് നോട്ട്സ് ഒന്നും ഇല്ല. സോ ഇറ്റ്സ് ഫിൽഡ്. ഓക്കെ, so that is a complete binary tree. So a complete binary tree is one which have the following properties: that can have 0, 1 or 2 children, in which we need to fill left node then right node in each level. ഓരോ ലെവലിലും ലെഫ്റ്റ് നോഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടേ റൈറ്റ് നോഡ് ഫില്ല് ചെയ്യാറുള്ളൂ. And we can start putting the data item in next level only when the previous level കംപ്ലീറ്റ്ലി ഫില്ലായി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അടുത്ത ലെവലിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ള ട്രീ ട്രാവേഴ്സൽസ് ആണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മിക്കവാറും എല്ലാ എക്സാംസിനും നമുക്കിതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും കിട്ടാറുണ്ട്. ട്രീ ട്രാവേഴ്സൽസിൽ വരുന്ന 3 ടെക്നിക്സ് എന്ന് പറയുന്നത് ഒന്ന് പ്രീ ഓർഡർ, ഒന്ന് ഇൻ ഓർഡർ, ഒന്ന് പോസ്റ്റ് ഓർഡർ. ഇത് മൂന്നും നമ്മൾ ഒരു ട്രീയിൽ നിന്ന് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ പ്രീ ഓർഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾവേസ് പ്രോസസ് ദ റൂട്ട്, ഓക്കെ, ദെൻ ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ് ട്രീ, ദെൻ ട്രാവേഴ്സ് ദ റൈറ്റ് സബ് ട്രീ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വരച്ചിരിക്കുന്ന ട്രീയുടെ പ്രീ ഓർഡർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോസസ് ദ റൂട്ട്. റൂട്ട് നോഡ് എ ആണ്. സോ എ പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഇപ്പം എ റൂട്ട് നോഡ് നമ്മൾ പ്രിൻ്റ് ചെയ്തു. ഇനി എങ്ങോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്? ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ് ട്രീ. സോ ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറയുന്നത് ഇതിലെ ലെഫ്റ്റ് സബ് ട്രീ ഇതും അല്ലേ, റൈറ്റ് സബ് ട്രീ ഇതുമാണ്. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. സോ വി ആർ മൂവിങ് ഓൺ ടു ലെഫ്റ്റ് സബ് ട്രീ. ആൻഡ് ലെഫ്റ്റ് സബ് ട്രീയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രാവേഴ്സ് ലെഫ്റ്റ് സബ് ട്രീ ഇൻ ആർ. ഓക്കെ, സോ ലെഫ്റ്റ് സബ് ട്രീ ആണ് ഈ ബി ഡി ഇ. എഗെയിൻ എന്ത് ചെയ്യുക? വീണ്ടും ഒരു സബ് ട്രീ കിട്ടുമ്പോൾ അവിടെ ഇതേ പ്രീ ഓർഡർ വീണ്ടും അപ്ലൈ ചെയ്യുക. സോ വി വിൽ സ്റ്റാർട്ട് ഫ്രം ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഇസ് വി വിൽ പ്രോസസ് ദ റൂട്ട്. അപ്പോഴത്തെ റൂട്ട് ബി ആണ്. സോ വി വിൽ പ്രിൻറ്റ് ബി. ഓക്കെ, ദെൻ ബി പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യും? വി വിൽ ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ് ട്രീ ഓഫ് ആർ ഇൻ പ്രീ ഓർഡർ. സോ ലെഫ്റ്റ് സബ് ട്രീ വന്നു. ഇനി ഡിക്ക് എന്തെങ്കിലും സബ് ട്രീസ് ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ലെഫ്റ്റിനെ പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ലെഫ്റ്റിനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യുക? ട്രാവേഴ്സ് റൈറ്റ് സബ് ട്രീ. റൈറ്റ് സബ് ട്രീ എന്ന് പറയുന്നത് ഇ ആണ്. സോ നമ്മൾ ഇയും പ്രിൻ്റ് ചെയ്യുന്നു. ഇക്ക് സബ് ട്രീസ് ഒന്നും ഇല്ല. സോ അതുകൊണ്ടാണ് ഇ പ്രിൻ്റ് ചെയ്യുന്നത്. സോ വൺസ് ദിസ് ലെഫ്റ്റ് സബ് ട്രീ ഈസ് കംപ്ലീറ്റ് വി വിൽ മൂവ് ഓൺ ടു റൈറ്റ് സബ് ട്രീ. അതായത് എ എന്ന് പറയുന്ന റൂട്ട് നോഡിൻ്റെ റൈറ്റ് സബ് ട്രീയിലോട്ട് നമ്മൾ മൂവ് ചെയ്യുവാണ്. എഗെയിൻ വി റിപ്പീറ്റ് ദിസ് പ്രോസസ്.
The first root node is C, so we will print C. Then move on to F. F is again a root node, so we will print F. F print ചെയ്ത് കഴിഞ്ഞാൽ Fൻ്റെ ലെഫ്റ്റ് ചൈൽഡ് ആണ് G, so we will print G. ഓക്കെ, അതാണ് നമ്മുടെ പ്രീ ഓർഡർ. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണെന്നുള്ളത്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇൻ ഓർഡർ ട്രാവേഴ്സൽ. സോ ഇൻ ഓർഡർ ട്രാവേഴ്സലിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ആദ്യം നമ്മൾ ലെഫ്റ്റ് നോഡ് പ്രിൻ്റ് ചെയ്യും, ദെൻ റൂട്ട് നോഡ് പ്രിൻ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് റൈറ്റ് നോഡ് പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. പ്രോസസ്സിങ് എല്ലാം ഇപ്പോൾ പ്രീ ഓർഡറിൽ ചെയ്തതുപോലെയാണ്. സോ അറ്റ് ഫസ്റ്റ് വെൻ വി സി റൂട്ട് നോഡ് വി വിൽ മൂവ് ഓൺ ടു ദ ലെഫ്റ്റ് സൈഡ്. സോ ലെഫ്റ്റ് സബ് ട്രീ ഈസ് BDE. അഗെയിൻ BDEയിൽ B റൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യും? വി വിൽ മൂവ് ഓൺ ടു D, then we will print root node B, then we will print E. Okay, then moving back to A, നമ്മൾ എന്ത് ചെയ്യും? A print ചെയ്യും, because second നമ്മൾ print ചെയ്യുന്നത് റൂട്ട് നോഡ് ആണ്. Then we will move on to right node. Right നോഡിൽ എന്ത് ചെയ്യും? റൈറ്റിന് റൂട്ട് നോഡിന് ഏതെങ്കിലും ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടോ എന്ന് നോക്കും. യെസ്, F ഉണ്ട്, Fന് ലെഫ്റ്റ് ഉണ്ട്, G ഉണ്ട് അല്ലേ. സോ വി വിൽ പ്രിന്റ് G, F ആൻഡ് C. ഇതാണ് ഇൻ ഓർഡർ ട്രാവേഴ്സൽ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കണം. അതുകൊണ്ടാണ് ഞാനങ്ങ് പറഞ്ഞു പോകുന്നത്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കേട്ട് നോക്കുക. പോസ് ചെയ്തിട്ട് ഈ പ്രീ ഓർഡർ ട്രാവേഴ്സൽ പറയുന്നോട്ട് നിങ്ങളൊന്നും കൂടെ കേട്ട് നോക്കുക, മനസ്സിലാവും. അടുത്ത് നമ്മൾ ചെയ്യുന്നത് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പ്രീ ഓർഡർ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പോസ്റ്റ് ഓർഡറിൽ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം, we will traverse the left subtree in post order. So left subtree ഏതാണ്? ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സബ്ട്രീ. നമ്മൾ ലെഫ്റ്റ് സബ്ട്രീ ആദ്യം പ്രോസസ്സ് ചെയ്യണം. ലെഫ്റ്റ് സബ്ട്രീയിൽ ഇറങ്ങി അതിൽ റൂട്ട് നോഡ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് we will have to traverse the right subtree. അത് കഴിഞ്ഞാൽ റൈറ്റ് സബ്ട്രീ പ്രോസസ്സ് ചെയ്യുക, ദെൻ പ്രോസസ് ദ റൂട്ട്. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ലെഫ്റ്റ് കഴിഞ്ഞാൽ റൈറ്റ്. ലെഫ്റ്റ് എന്ന് പറയുന്നത് D ആണ്, ദെൻ പ്രോസസ് റൈറ്റ് എന്ന് പറയുമ്പോൾ E പ്രോസസ് ചെയ്യും, പിന്നെ റൂട്ട് നോഡ്. അപ്പോൾ B പ്രിൻ്റ് ചെയ്തു. ദെൻ അഗെയിൻ എന്ത് ചെയ്യും? നമ്മൾ റൂട്ട് നോഡിലോട്ട് തിരിച്ചു പോകുമ്പോൾ റൂട്ടല്ല പ്രിൻ്റ് ചെയ്യേണ്ടത്, നമുക്ക് അതിൻ്റെ റൈറ്റ് സബ് ട്രീ ഉണ്ട്. വി വിൽ ഗോ ടു പ്രോസസ് റൈറ്റ് സബ് ട്രീ. സോ റൈറ്റ് ചെല്ലുമ്പോൾ C ആണ്, സിക്ക് അഗെയിൻ ചൈൽഡ് ഉണ്ട് Fന് അഗെയിൻ ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട് G. സോ വി വിൽ പ്രിൻറ്റ് G. റൈറ്റ് ചൈൽഡ് ഇല്ല, അതുകൊണ്ട് F പ്രിൻ്റ് ചെയ്യും. F പ്രിൻ്റ് ചെയ്തിട്ട് മുകളിൽ പോയി C പ്രിൻ്റ് ചെയ്യും, ദെൻ A. സോ ദിസ് ഇസ് എ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ട്രീ ട്രാവേഴ്സൽസ് ആണുള്ളത്. സോ ട്രീയെ ട്രാവേഴ്സ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്സ് ആണ്. ഒന്ന് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്, സെക്കൻഡ് വൺ ഡെപ്ത് ഫസ്റ്റ് ട്രാവേഴ്സൽ. സെർച്ച് എന്നോ ട്രാവേഴ്സൽ എന്നോ പറയാം. BFS അല്ലെങ്കിൽ DFS എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, സെയിം തന്നെയാണിത്. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ ട്രീ വിസിറ്റ്സ് ദ നോഡ്സ് ഇൻ ദ ഓർഡർ ഓഫ് ദ ഡെപ്ത് ഇൻ ദ ട്രീ. ആദ്യം ഒരു നോഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുന്ന നോഡിൽ നിന്ന് എന്ത് ചെയ്യും? അതിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ലെവലിലെ നോട്ട്സിനെ എല്ലാം നമ്മൾ പ്രിൻ്റ് ചെയ്യും. ദെൻ അഗെയിൻ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യും. ഇങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ട്രാവേഴ്സൽ ഡു ഇസ് ഇറ്റ് വിൽ ഫസ്റ്റ് വിസിറ്റ് ഓൾ ദ നോട്ട്സ് അറ്റ് ഡെപ്ത് 0, ദെൻ ഓൾ ദ നോട്ട്സ് അറ്റ് ഡെപ്ത് 1 ആൻഡ് സോ ഓൺ. അറ്റ് ഈച്ച് ഡെപ്ത് ദ നോട്ട്സ് ആർ വിസിറ്റഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓരോ പാത്തിലും എന്ത് ചെയ്യും? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഓരോ ലെവലിലെയും ഡേറ്റ എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്യും. സോ ഈ കാണിച്ചിരിക്കുന്ന നോഡിൽ ലെവൽ 0 ആണ് A. സോ ആദ്യം A പ്രിൻ്റ് ചെയ്യും, ദെൻ അടുത്ത ലെവൽ 1 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്. സോ B ആൻഡ് ദെൻ C, ദെൻ അഗെയിൻ D, E ആൻഡ് F. സോ ഇതാണ് എന്ത്? ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. ഓക്കെ, അടുത്തത് എന്താണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്? അപ്പോൾ നമ്മൾ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ ലെവൽ ഓർഡറിൽ മാത്രം ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് അങ്ങനെയല്ല. നമ്മൾ ആദ്യം റൂട്ട് നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ദെൻ റൂട്ട് നോഡിൽ നിന്ന് ഡെപ്ത് വൈസ് എന്ത് ചെയ്യും? നമ്മൾ അടുത്തൊരു നോഡിൽ പോവും. ആ നോഡിൽ വീണ്ടും നമുക്ക് ഏതെങ്കിലും ലീഫ് നോഡിലോട്ട് എത്താൻ പറ്റുമോ എന്ന് നോക്കും. എങ്കിൽ ആ ലീഫ് നോഡ് വരെ പോകും. ദെൻ വി വിൽ ബാക്ക് ട്രാക്ക് ആൻഡ് കം ബാക്ക് ടു ദ പർട്ടിക്കുലർ നോഡ് വിച്ച് ഡസൻറ്റ് ഹാവ് എനി അതർ റൂട്ട് നോഡ്സ്.
ദെൻ ആർക്കെങ്കിലും റൂട്ട് നോഡ്സ് ഉണ്ടെങ്കിൽ അതും പ്രിൻ്റ് ചെയ്ത് തിരിച്ച് നമ്മുടെ മെയിൻ റൂട്ട് നോഡിലേക്ക് പോകും. ദെൻ എഗെയിൻ അതിനി വേറെ ഏതെങ്കിലുമൊക്കെ പാത്ത് ട്രാവേഴ്സ് ചെയ്യാനുണ്ടെങ്കിൽ എഗെയിൻ വി വിൽ ഫോളോ ദ സെയിം പ്രോസസ്സ്. ദാറ്റ് ഇസ് നമ്മളിപ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് ബി ഉണ്ട്, സി ഉണ്ട്. സോ ഫസ്റ്റ് ഞാൻ ബി സെലക്ട് ചെയ്തു. സോ ബിയിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം, ഇയിലേക്ക് പോവാം. സോ ഞാൻ എ ബി ഇ, ഇനി തിരിച്ചു പോകും. ഇ ആയപ്പോൾ ലീഫ് നോഡായി. സോ ഐ വിൽ മൂവ് ബാക്ക് ടു ബി. ബിയിൽ ചെല്ലുമ്പോൾ എനിക്ക് ഡിയിലേക്ക് പോവാം. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഡിയും പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഡിയിൽ പോയിട്ട് ഞാൻ തിരിച്ച് ബിയിലേക്ക് പോവും. ഓക്കെ, ബി ഓൾറെഡി ഞാൻ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി എനിക്ക് ചൈൽഡ് നോട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, തിരിച്ച് എൻ്റെ എ എന്ന് പറയുന്ന റൂട്ട് നോഡിലേക്ക് പോവും. സോ എയിൽ ഇനി ഏതെങ്കിലും നോട്ട്സിനെ ഞാൻ ആക്സസ് ചെയ്യാതെ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ട്, സി. സോ ഐ വിൽ പ്രിൻറ്റ് സി. ഓക്കെ, സിക്ക് ഇനി ഏതെങ്കിലും ചൈൽഡ് നോട്ട്സ് ഉണ്ടോ? ഉണ്ട്, എഫ്. സോ ഐ വിൽ പ്രിൻറ്റ് ഇറ്റ്. സോ ദിസ് ഇസ് ദ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ട്രാവേഴ്സസ്. ഓക്കെ, സോ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഇസ് എ പെർഫെക്റ്റ് ബൈനറി ട്രീ ഓർ എ ഫുൾ ബൈനറി ട്രീ. സോ പെർഫെക്റ്റ് ബൈനറി ട്രീ അല്ലെങ്കിൽ ഫുൾ ബൈനറി ട്രീ എന്നാൽ എ ബൈനറി ട്രീ ഇൻ വിച്ച് ഓൾ ലീവ്സ് ആർ അറ്റ് ദ സെയിം ലെവൽ ഓർ അറ്റ് ദ സെയിം ഡെപ്ത് ഇൻ വിച്ച് എവറി പാരൻറ്റ് ഹാസ് 2 children. ഓക്കെ, പെർഫെക്റ്റ് ബൈനറി ട്രീ അല്ലെങ്കിൽ ഫുൾ ബൈനറി ട്രീ എന്നാൽ ഒരു ബൈനറി ട്രീ ആണ്. ആ ബൈനറി ട്രീയിലെ എല്ലാ ലീവ്സും ഒരേ ലെവലിലാണ് അല്ലെങ്കിൽ ഒരേ ഡെപ്തിലാണെന്ന് നമുക്ക് പറയാം. എന്നിട്ട് എല്ലാ പാരൻസിനും 2 ചൈൽഡ് വീതമുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫുൾ ബൈനറി ട്രീ അല്ലെങ്കിൽ പെർഫെക്റ്റ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് ബൈനറി ട്രീയുടെ ഓൾമോസ്റ്റ് അതേ കേസ് തന്നെയാണ് എന്ത്, ഇത്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഫുൾ ബൈനറി ട്രീ ആണ്. അറ്റ് ലെവൽ 0, ലെവൽ 1 ആൻഡ് ലെവൽ 2. ഹിയർ നമ്മുടെ ലീവ്സ് ആണ് ഡി, ഇ, എഫ് ആൻഡ് ജി. ഓക്കെ, ഇനി അതിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ, ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആണ്. ലെവലിൻ്റെ വാല്യൂ 2 ആണ്. മാക്സിമം നമ്പർ ഓഫ് ലെവൽസ് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ദെൻ ഇനി ദ മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് ഇൻ എ ബൈനറി ട്രീ. എത്ര നോഡ്സ് ഒരു ബൈനറി ട്രീയിൽ ഉണ്ടായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് us assume that a binary tree contains as a maximum number of nodes possible for a height h. Then the height h can be denoted as log of max plus 1 minus 1. Okay, height of a tree കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മുടെ ട്രീയിൽ n നോഡ്സ് ഉണ്ടെങ്കിൽ n+1 ലോഗ് -1. അതാണ് എന്ത്, ഹൈറ്റ് ഓഫ് എ ട്രീ. ഓക്കെ, ആൻഡ് ദ നമ്പർ n ഓഫ് ദ നോഡ്സ് ഇൻ എ ബൈനറി ട്രീ ഓഫ് ഹൈറ്റ് h വിൽ ബി അറ്റ്ലീസ്റ്റ് h+1. സോ n എന്ന് പറയുന്നത് വിൽ ബി അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു n+1. സോറി, ഹൈറ്റ് +1. ഓക്കെ, ആൻഡ് അറ്റ് മോസ്റ്റ് ഇറ്റ് വിൽ ബി and will be less than or equal to 2 raised to h+1 minus 1. Okay, so that is what is called as a height of the tree or depth of the tree. The height of a binary search tree equals the number of links from the root to the deepest node. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന എന്താണ് ഒരു ബൈനറി സെർച്ച് ട്രീ. ഓക്കെ, എന്താണ് ഒരു ബൈനറി സെർച്ച് ട്രീ, എങ്ങനെ നമ്മളൊരു ബൈനറി സെർച്ച് ട്രീയിൽ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ചെയ്യും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഒരു ബൈനറി സെർച്ച് ട്രീ എന്ന ബൈനറി ട്രീയെ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയുടെ ബേസിസിലാണ് അങ്ങനെ പറയുന്നത്. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് നോഡിൽ ഒരു വാല്യൂ കാണും, ലെറ്റ് ഇറ്റ് ബി n. അതിന് ബൈനറി ട്രീ ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ചൈൽഡും അല്ലെങ്കിൽ ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീയും ഉണ്ട്. അതിലെ ലെഫ്റ്റ് സബ് ട്രീയുടെ വാല്യൂസ് എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ n ആൻഡ് ഫോർ റൈറ്റ് സബ് ട്രീ ദ വാല്യൂസ് വിൽ ബി ഗ്രേറ്റർ ദാൻ n. ഓക്കെ, ലെഫ്റ്റ് സബ് ട്രീയിലുള്ള എല്ലാ വാല്യൂസും റൂട്ട് നോഡിൻ്റെ വാല്യൂവിനെക്കാട്ടിലും ലെസ്സറും, റൈറ്റ് സബ് ട്രീയിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോഡ്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് വിൽ ബി ഗ്രേറ്റർ ദാൻ n. ഓക്കെ, സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഫോർ ദ ബൈനറി സെർച്ച് ട്രീ. And the properties are
ഈച്ച് നോഡ് ക്യാൻ ഹാവ് അപ് ടു 2 ചൈൽഡ് നോഡ്സ്. നമ്മുടെ ബൈനറി ട്രീ ആയതുകൊണ്ട് തന്നെ ഓരോ നോഡിനും എത്ര 2 ചൈൽഡ് നോഡ്സ് വരെ പോസിബിളാണ്. ഓക്കെ, ദെൻ the left subtree of a node contains only nodes with keys less than the nodes key. ഈ നോഡ് എന്ന് പറയുന്നത് റൂട്ട് നോഡാണ്. സോ റൂട്ട് നോഡിൻ്റെ കീ വാല്യൂ എന്നാണ് നമ്മൾ ന്യൂമറിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിനെ കീ വാല്യൂ എന്ന് പറയും. ആ കീ വാല്യൂവിനെക്കാട്ടിലും കുറവായിരിക്കണം ലെഫ്റ്റ് സബ് ട്രീയിലുള്ള വാല്യൂസ്. ആൻഡ് റൈറ്റ് സബ് ട്രീസിലുള്ളത് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ നോട്ട്സ് കീ വാല്യൂ. ദ ലെഫ്റ്റ് ആൻഡ് ദ റൈറ്റ് സബ് ട്രീ ഈച്ച് മസ്റ്റ് ഓൾസോ ബി എ ബൈനറി സെർച്ച് ട്രീ. ഇനി നമ്മൾ ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിലും അതിൻ്റെ അകത്തും എന്ത് ചെയ്യണം, ഇതേ കേസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. ഓരോ റൂട്ട് നോഡിലും എന്ത് ചെയ്യണം, ഇതേ കേസ് അല്ലെങ്കിൽ ഓരോ ഇൻറ്റേർണൽ നോഡിലും ഇതേ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, സോ യുണീക്ക് പാത്ത് എക്സിസ്റ്റ് ഫ്രം ദ റൂട്ട് നോഡ് ടു എവറി അതർ നോഡ്. അതുകൊണ്ട് തന്നെ റൂട്ട് നോഡിൽ നിന്ന് ഓരോ നോഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു യുണീക്ക് പാത്ത് നമുക്ക് കിട്ടുന്നും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ബൈനറി സെർച്ച് ട്രീയിൽ ഇൻസേർഷൻ ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. സെർച്ചിങ് ഉണ്ട്, ഇൻസേർഷൻ ഉണ്ട്, ഡിലീഷൻ ഉണ്ട്. ഇത്രയും കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ സെർച്ചിങ് ആൻ എലമെൻറ്റിൻ്റെ ബൈനറി സെർച്ച് ട്രീ ദ മോസ്റ്റ് ബേസിക് ഓപ്പറേറ്റർ ഇസ് സെർച്ച്. സെർച്ച് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇറ്റ് ഇസ് ആൻ ഐട്രേറ്റീവ് ഫംഗ്ഷൻ. അവിടെ നമ്മൾ ഓരോ നോഡിൻ്റെയും വാല്യൂസ് വെച്ചായിരിക്കും ചെക്ക് ചെയ്യുന്നത്. So a search can start from any node and if the node is null അല്ലെങ്കിൽ എം ടി ട്രീ ആണെന്നുണ്ടെങ്കിൽ മീനിങ് അതിൽ പ്രിൻ്റ് ചെയ്യാനൊന്നുമില്ല. എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കീ വാല്യൂ വെച്ചിട്ട് ചെക്ക് ചെയ്യും. ഓക്കെ, അണ്ടിൽ നമ്മുടെ കൊടുത്തിട്ടുള്ള നമുക്ക് ചെക്ക് ചെയ്യാനുള്ള വാല്യൂ കിട്ടുന്നത് വരെ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി നമ്മൾ എടുക്കുന്ന ഓരോ നോഡിലും നമ്മൾ ചെക്ക് ചെയ്യും. നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് ആ സെർച്ച് ചെയ്യുന്ന വാല്യൂ ആ ഒരു പെർട്ടിക്കുലർ റൂട്ട് നോഡിലെ വാല്യൂ ഗ്രേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ വി വിൽ മൂവ് ഓൺ ടു ലെഫ്റ്റ് ചൈൽഡ് ഓർ അതർവൈസ് വി വിൽ മൂവ് ഓൺ ടു ദ റൈറ്റ് ചൈൽഡ്. നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി തന്നെ എന്ത് ചെയ്യുവാണ്, സെർച്ചിങ്ങിലും അപ്ലൈ ചെയ്യുക. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എങ്ങനെയാണ് നമ്മൾ ബൈനറി സെർച്ച് ട്രീയിൽ ഇൻസേർഷൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ കുറച്ച് വാല്യൂസ് ഉണ്ട്. ഓക്കെ, ഇത്രയും വാല്യൂസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ എങ്ങനെ ഇൻസേർഷൻ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ വാട്ട് വി ഡു ഇസ്, നമ്മുടെ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിൻ്റെ ലിസ്റ്റിലെ ഫസ്റ്റ് വണ്ണിനെ നമ്മൾ എന്ത് ചെയ്യുക, റൂട്ട് നോഡാക്കി റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ 23 ആണ് എൻ്റെ റൂട്ട് നോഡ്. ഇനി ഞാൻ അങ്ങോട്ട് ബൈനറി സെർച്ച് ട്രീയുടെ പ്രോപ്പർട്ടീസ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അടുത്ത് ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന വാല്യൂ 46 ആണ്. സോ 46 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 23 ആയതുകൊണ്ട് തന്നെ 46നെ ഞാൻ റൈറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് 29. സോ 29 ഇസ് ഗ്രേറ്റർ ദാൻ 23. സോ റൈറ്റിലേക്ക് ഞാൻ മൂവ് ചെയ്തു. റൈറ്റിലേക്ക് 46ൽ വന്ന് ചെക്ക് ചെയ്യുവാണ് വെദർ 29 ഇസ് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ 46. സോ ഇറ്റ് ഇസ് ലെസ് ദാൻ 46. സോ ഐ വിൽ മൂവ് ടു ലെഫ്റ്റ് ചൈൽഡ്. അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് 29 റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, ദെൻ അഗെയിൻ 30. 30 is again greater than 23. It is lesser than 46, but it is greater than 29. So ഞാൻ എവിടെ റെപ്രസെൻറ്റ് ചെയ്യും, I will move on to the right of 29. Okay, ഇങ്ങനെ ഓരോ കീ വാല്യൂസ് വെച്ച് ചെക്ക് ചെയ്ത് വേണം ഇൻസേർട്ട് ചെയ്യാൻ. Then again it is 60. So 60 means it is greater than 23 and it is again greater than 46. So it will be the right child of 46. Okay, next is 89. So 89 is greater than 23, greater than 46 and greater than 60. So right child of 60. Okay, then 21. 21 means lesser than 23. So 23 the left child and 21. Then it's 50. 50 means greater than 46 and it's lesser than 60. So left child is. Okay, then is 61. 61 വരുമ്പോൾ എങ്ങോട്ട് മൂവ് ചെയ്യും, 60യേക്കാളും ഗ്രേറ്റർ ആണ്. സോ 80 വന്നു, ബട്ട് 80യേക്കാളും ലെസർ ആണ്. സോ 89ൻ്റെ ലെഫ്റ്റ് ചൈൽഡാണ് എന്ത്, നമ്മുടെ 61. സോ ദിസ് ഇസ് ഹൗ വി ഡസ് ദ ഇൻസേർഷൻ ഫോർ എ ബൈനറി സെർച്ച് ട്രീ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ദെൻ ഡിലീഷൻ. ഡിലീഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്.
നമ്മുടെ ബൈനറി സെർച്ച് ട്രീയെ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റിമൂവിങ് കേസസ് ഒന്നും നമുക്ക് അങ്ങനെ ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ചോദിക്കാറില്ല. എങ്കിലും 3 കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഒന്ന് പഠിച്ച് വെച്ചേക്കാം. സോ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ നോഡ് ലീഫ് നോഡ് ആണെങ്കിൽ വി ക്യാൻ ജസ്റ്റ് റിമൂവ് ഇറ്റ് ഫ്രം ദ ട്രീ. ഓക്കെ, ആൻഡ് ഡിലീറ്റിംഗ് എ നോഡ് വിത്ത് 1 ചൈൽഡ്. ഇപ്പോൾ ഒരു റൂട്ട് നോഡും ഇത് റൂട്ട് നോഡ്, ആ റൂട്ടിന് ഒരു ചൈൽഡേ ഉള്ളൂ. ഈ ഒരു നോഡിനെ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നോഡിനെ ഡിലീറ്റ് ചെയ്യാം, ബട്ട് വി മസ്റ്റ് റീപ്ലേസ് ഇറ്റ് വിത്ത് സം അതർ നോഡ്. വേറെ എന്തെങ്കിലും ഒരു വാല്യൂ വെച്ച് അതിനെ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ ദ തേർഡ് കേസ് ഇസ് ഡിലീറ്റിംഗ് എ നോഡ് വിത്ത് 2 ചിൽഡ്രൻ. സോ ഡിലീറ്റിംഗ് എ നോഡ് വിത്ത് 2 ചിൽഡ്രന് നമ്മൾ ചെയ്യുന്നത്, വി വിൽ ഫൈൻഡ് ഇറ്റ്സ് ഇൻഓർഡർ സക്സസർ. തൊട്ട് മുന്നേ ഉള്ള ഇൻഓർഡർ സക്സസറിനെ കണ്ടുപിടിക്കും. ദെൻ ആ ഇൻഓർഡർ സക്സസറിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അത് 6 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ടേക്ക് എ കോപ്പി ഓഫ് ആർസ് കീ ആൻഡ് വാല്യൂ ടു ദാറ്റ് നോഡ് ആൻഡ് റിമൂവ് ആർ ഫ്രം ദ റൈറ്റ് സബ് ട്രീ. നമ്മൾ റിമൂവ് ചെയ്യുന്ന 6 ആണെങ്കിൽ ഒരു കോപ്പി എടുത്ത് അവിടെ പ്ലേസ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുവാണ്? റിമൂവ് ചെയ്ത് കളയുവാണ്. Now let's see what are the key points with binary search tree. So binary search tree will take theta of n time in order to walk. Walk എന്ന് പറയുന്നത് ട്രാവേഴ്സൽസിന് വേണ്ടി theta of n time എടുക്കും എന്നാണ് പറയുന്നത്. Okay, and in a binary search tree of height, search, minimum, maximum, successor, predecessor, insert, delete, etc. operation big O of h time. H എന്ന് പറയുന്നത് height ആണ്. And the height of a binary search from the root to the deepest node. Okay, so ഇത്രയാണ് നമ്മുടെ ബൈനറി സെർച്ച്. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് ഈ പറഞ്ഞതെന്ന്. കാര്യം നമ്മളെല്ലാം ചിലർക്ക് ഒരുപാട് നാളായതുകൊണ്ട് ടച്ച് വിട്ടുപോയതോ ഒക്കെ ആയിരിക്കാം. സോ ഈ വീഡിയോ കേൾക്കുക, നിങ്ങൾക്ക് പോയിൻറ്റ്സ് കാണാം. വീഡിയോ നിർത്തി ആവശ്യമുള്ള പോയിൻറ്റ്സ് എല്ലാം എഴുതി നോട്ട് ചെയ്ത് വയ്ക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യുക, സോ ദാറ്റ് അവർക്കും ഇത് യൂസ്ഫുൾ ആവും. അതുപോലെ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളങ്ങനെ പ്രസ് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരം. ബിക്കോസ് ഞാൻ ഇനി പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ.